ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിൻ്റെ ഇന്നത്തെ റിവ്യൂയിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ നമ്മുടെ പ്രകാശൻ അമ്പലത്തിൽ തൊഴുതു നിൽക്കുന്നതാണ് കാണുന്നത്. അമ്മേ മഹാമായി, എൻ്റെ പെൺമക്കളേക്ക് ഒരാപത്തും നീ വരുത്തരുതേ. എൻ്റെ മകൻ വിക്രം, അവനെ കൊണ്ട് നീ ഒന്നും ചെയ്യിക്കരുത്, അവനങ്ങനെ ചെയ്യാൻ തോന്നിക്കരുത് എന്നൊക്കെ ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ പ്രാർത്ഥിച്ച് തിരിഞ്ഞു നിൽക്കുമ്പോൾ അതാ വരുന്നു നമ്മുടെ കല്യാണിയും നമ്മുടെ കാർത്തികയും കൂടി അമ്പലത്തിലേക്ക് തൊഴാൻ വരികയാണ്. കാർത്തിക അപ്പം തന്നെ കല്യാണിയോട് പറയുന്നുണ്ട്, അതേ നിൽക്കുന്നു അമ്പലവാസി. ആദ്യം അമ്പലം എന്ന് പറഞ്ഞാൽ അലർജിയായിരുന്നു, ഇപ്പം അമ്പലത്തിൽ നിന്ന് കയറിയില്ല എന്നിങ്ങനെ പറയുകയാണ്. അപ്പം കല്യാണി പറയുന്നുണ്ട്, അതിനെന്താ ചേച്ചി, അത് നല്ല കാര്യമല്ലേ, നല്ല കാര്യമായാൽ കൊള്ളാം എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ ആ സമയത്ത് അവർ അരികിലേക്ക് വരികയാണ്. പ്രകാശൻ അവരെ നോക്കി ഒന്ന് ചിരിക്കുന്നുണ്ട്. അപ്പോൾ കാർത്തിക ചോദിക്കുകയാണ്, എന്തേ മകനെയും കൂടി കൊണ്ടുവരായിരുന്നില്ലേ, ഇപ്പോൾ മകൻ്റെ കൂടെ താമസിക്കുകയല്ലേ, മകനെ കൂടെ കയറ്റി താമസിപ്പിക്കല്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അത് മോളെ, അത് ശരിയാണ്, എൻ്റെ കൂടെ തന്നെയാണ് അവൻ താമസിക്കുന്നത് എന്ന് പ്രകാശം പറയുകയാണ്. അപ്പോൾ കല്യാണി ചോദിക്കുന്നുണ്ട്, എന്തിനാ അച്ഛ അവനെ പരോളിലിറങ്ങി അവനെ അച്ഛൻ്റെ കൂടെ താമസിപ്പിച്ചത്, അതിൻ്റെ ആവശ്യം അച്ഛൻ എന്തായിരുന്നു എന്ന് ചോദിക്കുകയാണ്. മോളെ, മക്കളെ തെറ്റിദ്ധരിക്കല്ലേ, അന്ന് രാഹുലിനായിട്ട് ഞാൻ എന്തിനാണ് അവൻ്റെ കൂടെ താമസിച്ചത്, അവൻ്റെ നീക്കങ്ങൾ അറിയാൻ വേണ്ടിയിട്ടല്ലേ, അതുകൊണ്ട് തന്നെ ഇവനെയും ഞാൻ അതിനു വേണ്ടി തന്നെയാണ് കൂടെ താമസിപ്പിച്ചിട്ടുള്ളത് എന്ന് പറയാണ്. മക്കളെ, നിങ്ങളെ സൂക്ഷിക്കണം, അവൻ ഇപ്പോഴും നിങ്ങളെ കൊല്ലണമെന്ന് പറഞ്ഞു തന്നെയാണ് നടക്കുന്നത്, നിങ്ങളെ അപകടപ്പെടുത്തും എന്ന് പറയുമ്പോൾ അത് നിങ്ങൾ പറയാതെ തന്നെ ഞങ്ങൾക്കറിയാം എന്നിങ്ങനെ കാർത്തിക പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് മക്കൾ ഇതുപോലെ ഒറ്റയ്ക്കൊന്നും പോവരുത്, എവിടെ പോകുമ്പോഴും ഒരു ആൺതുണ വേണം നിങ്ങളുടെ കൂടെ, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അപകടം സംഭവിക്കും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് കൂടുതലായിട്ടൊന്നും പറയണ്ട, എന്തായാലും ഇപ്പോൾ രാമായണം ഒന്നും വായിക്കുന്നില്ലേ, രാമായണ മാസം കഴിഞ്ഞ കാരണം എന്നിങ്ങനെ ചോദിക്കുകയാണ് കാർത്തിക അപ്പോഴും പരിഹസിച്ചുകൊണ്ട്. അപ്പോൾ പ്രകാശം പറയുന്നുണ്ട്, ഉണ്ട് മോളെ, ഞാൻ വൈകുന്നേരം സന്ധ്യാദീപം തെളിയിക്കുന്ന സമയത്ത് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്, നല്ലോണം പ്രാർത്ഥിക്കാറുണ്ട്, എൻ്റെ മനസ്സ് എൻ്റെ ദേവിക്കറിയാം എന്നൊക്കെ ഇങ്ങനെ പ്രകാശം പറയുന്നുണ്ട്. അങ്ങനെ എന്നാൽ ചെല്ലുമക്കളെ പോയി വേഗം പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞ് അവരവിടെ നിന്നും പറഞ്ഞയച്ചിട്ട് പ്രകാശം പോകാൻ നിൽക്കുമ്പോൾ കല്യാണി അവിടെ നിന്ന് എന്ന് പറയുകയാണ്. അങ്ങനെ അവളുടെ പേഴ്സിൽ നിന്ന് കുറച്ച് പൈസ എടുത്ത് പ്രകാശന് കൊടുക്കുകയാണ്. പ്രകാശൻ പറയുന്നുണ്ട്, വേണ്ട മക്കളെ വേണ്ട, ഇന്നാൾ തന്ന പൈസ എൻ്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട്, ഇനി വേണ്ട മക്കളെ എന്ന് പറഞ്ഞിട്ട് പ്രകാശൻ അത് വാങ്ങിക്കാതെ പോവുകയാണ്. അപ്പോൾ ആ സമയത്ത് കാർത്തിക കല്യാണിയോട് പറയുന്നുണ്ട്, എന്തിനാ കല്യാണി നീ ആ പൈസ അയാൾക്ക് കൊടുക്കാൻ പോയത്, അയാളത് നേരെ കൊണ്ട് വിക്രത്തിന് കൊടുക്കും, വിക്രം അത് കൂട്ടുകാർക്ക് കൊടുക്കും, നേരെ കൂട്ടുകാരെ അവരെല്ലാവരും കൂടി നമുക്കെതിരെ തിരിയും, അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല എന്ന് പറയുകയാണ്. അതിന് മേടിച്ചില്ലല്ലോ ചേച്ചി എന്ന് കല്യാണി മറുപടി പറയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ സമയത്ത് അമ്പലത്തിൽ നിന്നും പടി കടക്കാൻ നേരം പ്രകാശനൊന്ന് പുറംതിരിഞ്ഞ് നോക്കുകയാണ് കല്യാണിയും നോക്കുന്നുണ്ട് അച്ഛനെ. അങ്ങനെ അവർ തൊഴുത് ഇറങ്ങുകയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ പ്രകാശൻ വീട്ടിലേക്ക് പോവുകയാണ്. വീട്ടിലെത്തിയിട്ട് അവിടെ മൊത്തത്തിൽ നമ്മുടെ വിക്രത്തിനെ കാണാനില്ല, വിക്രത്തിനെ വിളിച്ചുകൊണ്ട് നടക്കുന്നുണ്ട്, വിക്രം എന്ന്. അപ്പോൾ അവൻ അവിടെ ഇല്ല. പിന്നീട് കാണിക്കുന്നത് ഈ കല്യാണിയും കാർത്തികയും തന്നെ അമ്പലത്തിൽ നിന്ന് തൊഴുത് ഇറങ്ങി കാറിൽ കയറി പോവുകയാണ്. അങ്ങനെ ആ സമയത്ത് കാർത്തിക പറയുന്നുണ്ട്, നീയേ അയാളെ ഒന്നും കൂടുതലായിട്ട് വിശ്വസിക്കണ്ട കേട്ടോ, നിനക്കിപ്പോൾ അച്ഛനെന്ന് പറയുമ്പോൾ വലിയ സഹതാപമാണ്, നിനക്ക് ഇപ്പോൾ അയാളുടെ ശബ്ദം ഒരു ദിവസം കേട്ടില്ലെങ്കിൽ നിനക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നൊക്കെ പറയുമ്പോൾ, അതുകൊണ്ടല്ല ചേച്ചി, വിളിക്കാതെ വരുമ്പോൾ ആളൊറ്റയ്ക്കല്ലേ താമസിക്കുന്നത്, ആൾക്ക് എന്തെങ്കിലും ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ആരും അറിയില്ലല്ലോ, അതുകൊണ്ടൊരു പേടി, അത്രയേ ഉള്ളൂ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോഴാണ് കല്യാണിയുടെ ഫോണിലേക്ക് ഒരു കോള് വരുന്നത്, വിളിക്കുന്നത് ആ സ്റ്റെഫിയാണ്. അപ്പോൾ കാർത്തികയോട് പറയുന്നുണ്ട്, സ്റ്റെഫി ഞങ്ങളുടെ ഒരു വർക്ക് തന്നിട്ടുണ്ട്, ചെന്നൈയിൽ നിന്ന് വന്നിട്ടുള്ളതാണ് എന്ന് പറഞ്ഞ് കോൾ എടുക്കുകയാണ്. സ്റ്റെഫി പറയുന്നുണ്ട്, അതെ ഞാനിവിടെ ഞങ്ങളുടെ സൈറ്റിലുണ്ട്, ഒന്ന് ഇവിടം വരെ വരാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ്. അയ്യോ ഇപ്പോൾ വരാൻ പറ്റില്ലല്ലോ, എൻ്റെ കൂടെ എൻ്റെ ഹസ്ബൻഡ് ഇല്ല എന്ന് പറയുകയാണ്. അത് കുഴപ്പമില്ല, മേഡം ആദ്യം വന്ന് കാണ്, എന്നിട്ട് ഞാനിപ്പോൾ ഇവിടെ തന്നെയുണ്ട്, നിങ്ങൾ വരാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് എൻ്റെ കൂടെ എൻ്റെ ചേച്ചിയാണുള്ളത്, അത് കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ, എന്നാൽ ശരി ഞങ്ങൾ അമ്പലത്തിലൊന്ന് വന്നിട്ട് പോവുകയാണ്, ആ പോകുന്ന വഴി തന്നെയാണ് മേഡം പറഞ്ഞ സൈറ്റ്, ഞങ്ങൾ അവിടെ വന്നോളാം എന്ന് പറയുമ്പോൾ ശരി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ സ്റ്റെഫി മനസ്സിൽ കരുതുകയാണ്, നീയും നിൻ്റെ ചേച്ചിയും ഒന്നിച്ച് യാത്ര ചെയ്യുന്നുണ്ട് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ നിന്നെ വിളിച്ചത് എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ അവർ നേരെ തന്നെ അവിടെ ആ സ്റ്റെഫിയുടെ ആ നിൽക്കുന്ന സ്ഥലത്തേക്ക് വരികയാണ്. ഇതേ സമയത്താണെങ്കിൽ വിക്രം കൂട്ടുകാരന്മാരുടെ അരികിലേക്ക് ചെല്ലുകയാണ്. അവരോട് പറയുന്നുണ്ട്, വേഗം റെഡിയാവും, നമുക്ക് പോകാം, അവൾമാരുള്ള ലൊക്കേഷൻ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്, ഇന്ന് തീർക്കണം രണ്ടിനെയും. ആ ജയിലിൽ കിടക്കുന്ന രാഹുൽ അങ്കിളിനോടും അതുപോലെ ഗംഗേട്ടനോടും എനിക്ക് ഈ സന്തോഷ വാർത്ത പറയണം, അവർക്കും സന്തോഷമാവണം എന്ന് പറയുമ്പോൾ വാടാ എന്നും പറഞ്ഞ് അങ്ങനെ രണ്ട് ബൈക്കുകളിലായിട്ട് 4 പേര് അങ്ങനെ പോവുകയാണ്. അതേ സമയത്ത് സ്റ്റെഫി അവിടെ കാത്തു നിൽക്കുന്നുണ്ട്. സ്റ്റെഫിയുടെ അരികിലേക്ക് കല്യാണിയും കാർത്തികയും കൂടി വരികയാണ്.
അപ്പോൾ ആ സമയത്ത് എങ്ങനെയുണ്ട് സ്ഥലം എന്ന് ചോദിക്കുമ്പോൾ നല്ല സ്ഥലമാണ്, എന്തായാലും ഹൈവേയിൽ നിന്ന് കുറച്ച് മാറിയിട്ടാണെങ്കിലും ഇവിടെ നല്ല വില കിട്ടുന്ന സ്ഥലമാണ്, തന്നെയല്ല വലിയ വലിയ VIP-കളൊക്കെ താമസിക്കുന്നത് ഈ ഒരു ഏരിയയാണ്, ഇവിടെ ഈ സ്ഥലം ഞങ്ങൾക്ക് നേരത്തെ അറിയാം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ കാർത്തിക ഇങ്ങനെ പറയുന്ന സമയത്ത് അയ്യോ പരിചയപ്പെടുത്താൻ മറന്നുപോയി, ഇതെൻ്റെ ചേച്ചി കാർത്തിക എന്നിങ്ങനെ കല്യാണി പരിചയപ്പെടുത്തുകയാണ്. അപ്പം ചെന്നൈയിലാണ് താമസിക്കുന്നത്, ചെന്നൈയിൽ കാർത്തിക ഫുഡ്സ് കമ്പനി കേട്ടിട്ടില്ലേ എന്ന് ചോദിക്കുകയാണ്. പിന്നെ അവരുടെ അച്ചാറാണ്, എനിക്ക് അവിടെ ചെല്ലുമ്പോൾ അച്ചാർ ഒരുപാട് ഇഷ്ടമാണ് എന്ന് സ്റ്റെഫി മറുപടി പറയുകയും ചെയ്യുന്നുണ്ട്. അതിൻ്റെ MD ആണ് ഇത് എന്ന് പറയുമ്പോൾ അത് ശരി, അപ്പോൾ നിങ്ങൾ ചേച്ചി അനിയത്തിയോ എല്ലാവരും ബിസിനസ്സുകാരാണില്ലേ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് സ്റ്റെഫി. ആ സമയത്ത് നമ്മുടെ കല്യാണി പറയുകയാണ്, അതെ എൻ്റെ ഭർത്താവ് നല്ലൊരു ബിസിനസ്സുകാരനാണ്, അദ്ദേഹത്തെ കല്യാണം കഴിച്ചത് കൊണ്ടാണ് ഞാൻ ഇതിൽ പെട്ടുപോയത്. അപ്പോൾ കാർത്തിക പറയുന്നുണ്ട്, അല്ലാട്ടോ ഇവള് നന്നായി ഇന്റീരിയർ വർക്കൊക്കെ ചെയ്യും, ഇവള് നല്ല അടിപൊളിയായിട്ട് വർക്കൊക്കെ ചെയ്യുന്ന കൂട്ടത്തിലാണ് എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ കല്യാണി പറയുന്നുണ്ട്, ഈ സ്ഥലം ഞങ്ങൾക്കറിയാം, ഇവിടെ ആദ്യൊരു വർക്ക്ഷോപ്പായിരുന്നു, ഇപ്പോഴാണ് ഇങ്ങനെയൊക്കെ ആയത്, എന്തായാലും അതുകൊണ്ട് തന്നെയാണ് ഞാൻ നല്ല വില കൊടുത്ത് വാങ്ങിയത് എന്ന് സ്റ്റെഫിയും മറുപടി പറയുകയാണ്. അങ്ങനെ അവർ സംസാരിച്ചു കൊണ്ട് നിൽക്കുന്ന സമയത്ത് നിങ്ങളുടെ വർക്കിനെ പറ്റി ഒരുപാട് കേട്ടിട്ടുണ്ട്, നിങ്ങളുടെ വർക്ക് അടിപൊളിയാണ്, അതുകൊണ്ടാണ് നിങ്ങൾക്ക് തന്നെ ഈ വർക്ക് തരാമെന്ന് വിചാരിച്ചത്, മേഡം പേടിക്കേണ്ട, മേഡത്തിൻ്റെ മനസ്സിലുള്ള പോലെ തന്നെ അത്യാവശ്യം മേഡത്തിന് നഷ്ടം വരാത്ത രീതിയിൽ തന്നെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തു തരാമെന്ന് കല്യാണി വാക്ക് കൊടുക്കുകയും ചെയ്യുകയാണ്. ആ സമയത്താണ് രണ്ട് ബൈക്കിലായിട്ട് അവർ 4 പേര് അവിടേക്ക് വരുന്നത്, നമ്മുടെ വിക്രവും കൂട്ടുകാരും. അങ്ങനെ അവരെ കാണുമ്പോൾ സ്റ്റെഫിയുടെ മുഖത്ത് നല്ല പുഞ്ചിരിയുണ്ട്. അങ്ങനെ അവരവിടെ വന്നിറങ്ങുകയാണ്. അപ്പോൾ സ്റ്റെഫി അറിയാത്ത പോലെ ചോദിക്കുകയാണ്, ഇതാരായത് എന്ന് ചോദിക്കുന്നുണ്ട്. അതിന് മറുപടിയായി കല്യാണിയും കാർത്തികയും ഒന്നും പറയുന്നില്ല. അങ്ങനെ അവൻ്റെ നമ്മുടെ വിക്രത്തിൻ്റെ പുറകിലായിട്ട് നല്ലൊരു ഇരുമ്പ് വടിയുണ്ട്, അതെടുത്തിട്ട് പറയുകയാണ്, ഞാൻ ഇവിടേക്ക് വന്നത് ഇവിടെ പരോളിറങ്ങിയ സുഖവാസത്തിന് വേണ്ടി വന്നതല്ല, നിന്നെയൊക്കെ കൊന്നിട്ട് വീണ്ടും ജയിലിലേക്ക് പോകാൻ തന്നെയാടി എന്നും പറഞ്ഞിട്ട് ആ ഇരുമ്പ് വടി എടുത്ത് കല്യാണിയുടെ തലയ്ക്ക് നേരെ വീശുകയാണ്. ആ സമയത്ത് തന്നെ പുറത്തു നിന്നൊരു ചവിട്ട് കിട്ടുകയും നമ്മുടെ വിക്രം അവിടെ താഴത്ത് വീഴുകയും ചെയ്യുന്നുണ്ട്. ആരാണ് ചവിട്ടിയതെന്ന് അറിയാൻ വേണ്ടി എല്ലാവരും അവിടേക്ക് നോക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ കിരൺ. അപ്പോൾ കിരണിനെ കാണുമ്പോൾ കാർത്തിക് ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. എന്തായാലും അതോടുകൂടി സ്റ്റെഫി ആ പുഞ്ചിരിച്ച് നിന്നിരുന്ന മുഖം അതോടുകൂടി വല്ലാത്തൊരു വിഷമത്തിൻ്റെ ഒരു പേടിയുടെ ഒരു മുഖമായി മാറുകയാണ്. അങ്ങനെ നമ്മുടെ വിക്രത്തിനെ നല്ല രീതിയിൽ അടിച്ച് താഴ്ത്തിയിടുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, എടാ നീ എന്താണ് വിചാരിച്ചത്, നിന്റെ പുറകെ നീ ജയിലിൽ ഇറങ്ങിയ ഉടനെ തന്നെ നിന്റെ പുറകെ ഞങ്ങളുടെ ആൾക്കാരുണ്ട്, നീ എവിടെ പോകുന്നു, എന്തിനു പോകുന്നു, ആരെ കാണുന്നു, ഇതൊക്കെ ഞങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയിട്ട് തന്നെയാടാ ഞങ്ങൾ ഇതിന് നിൽക്കുന്നത് എന്നിങ്ങനെ പറയും. അപ്പോൾ കൂട്ടുകാരന്മാർ ഓരോരുത്തരായിട്ട് കിരണിനെ തല്ലാനായിട്ട് വരുന്നുണ്ട്, അവർക്കും നല്ല ചാമ്പ് കൊടുക്കുകയാണ്. അങ്ങനെ ഒരുത്തനെ തള്ളിയിടുമ്പോൾ സ്റ്റെഫിയും കൂടെ മറിഞ്ഞു വീഴുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കല്യാണി അശോ എന്നിങ്ങനെ പറയുന്നുണ്ട്. അതിനുശേഷമാണെങ്കിൽ വിക്രം നേരെ വന്നിട്ട് നമ്മുടെ കിരണിന്റെ കഴുത്തിനിങ്ങനെ ഞെക്കി പിടിക്കുകയാണ്. കിരൺ ഒരു കൂസലുമില്ലാതെ നിന്നിട്ട് അവനെ കൈ തട്ടി മാറ്റുകയും അവനെ വീണ്ടും അടിച്ച് അവൻ്റെ മുഖമൊക്കെ അടിച്ച് നിരപ്പാക്കുകയും ചെയ്യുന്നുണ്ട്. ഒടുവിൽ കല്യാണി പറയുകയാണ്, വേണ്ട കിരണേട്ടാ മതി, അവൻ ഇനി അടിച്ചു കഴിഞ്ഞാൽ അവൻ ചത്തുപോകുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഇവനിനി എന്താ വേണ്ടത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. എന്ത് ചെയ്യാൻ, ഇവന് വല്ല ഹോസ്പിറ്റലിലും കൊണ്ടുവന്നിടാം, പരോളിൽ കഴിയുന്നവരെ അവിടെ കിടക്കട്ടെ ഇവനെന്ന് കിരൺ പറയുകയാണ്. അപ്പോൾ ഇതാരാണ്, എന്താ, എനിക്കൊന്നും മനസ്സിലായില്ലല്ലോ എന്ന് സ്റ്റെഫി അറിയാത്ത പോലെ ചോദിക്കുകയാണ്. അതൊന്നും മേഡം കാര്യമാക്കണ്ട, ഞങ്ങൾക്ക് ഒരുപാട് ശത്രുക്കളുണ്ട്. അപ്പോൾ കല്യാണി കിരണിനെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. ഇതാണ് ചെന്നൈയിൽ നിന്ന് വന്നത് നമുക്ക് വർക്ക് തന്ന സ്റ്റെഫി എന്ന് പറയുന്ന മേഡം എന്ന് പറയുമ്പോൾ, സോറി മേഡം, ഇങ്ങനെയൊക്കെ ഞങ്ങൾക്ക് ഒരുപാട് ശത്രുക്കളുണ്ട്, അതുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു പോയതാണ്. അപ്പോൾ കല്യാണി പറയുകയാണ്, മേഡം പേടിക്കൊന്നും വേണ്ട, നമുക്ക് മേഡത്തിൻ്റെ മനസ്സിലുള്ള പ്രകാരം തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തു തരാം കേട്ടോ എന്നിങ്ങനെ പറയുകയാണ്. കാർത്തികയോട് പറയുന്നുണ്ട്, ചേച്ചി വീട്ടിലേക്ക് പോയിക്കോ, ഞങ്ങൾ എന്തായാലും ഇവനെ ഹോസ്പിറ്റലാക്കട്ടെ എന്ന് പറയുന്നുണ്ട്. അപ്പം ശരി എന്ന് പറയണം. അങ്ങനെ നമ്മുടെ കിരൺ വിക്രത്തിനെ തൂക്കിയെടുത്ത് ഷട്ടിൽ ഇങ്ങനെ പിടിച്ച് തൂക്കിയെടുത്ത് അവശയായ നിലയിൽ അങ്ങനെ അവനെ ഇങ്ങനെ കൊണ്ടുപോവുകയാണ്. കൂടെയായിട്ട് കല്യാണിയും കൊണ്ട് പോകുന്നുണ്ട്. എന്തായാലും സ്റ്റെഫിയുടെ കണക്ക് കൂട്ടലൊക്കെ തെറ്റിയ ആയൊരു നിരാശ സ്റ്റെഫിയുടെ മുഖത്ത് കാണിക്കുന്നുണ്ട്. ആ ഒരു ഭാഗം കാണിച്ചിട്ടാണ് എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക്